ഇവിടെ ഇവിടെ പലരും അവിടെ കുടുങ്ങി കിടക്കുന്നു എന്ന് പറയുന്നു. അവരുടെ സുരക്ഷിതമായി മാറ്റാൻ പറ്റിയോ അവരെ? ഇല്ല, കുറേ ആളുകൾ അതിന് ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ക്യാമ്പ് ഒരുക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയുള്ള കുറേ ആളുകൾ രാവിലെ പണിക്ക് പോയവരുണ്ട്. അവരും അവരിവിടെയാണ് ഇപ്പോൾ. അപ്പോൾ അവരെ രണ്ടുപേരെയും ക്യാമ്പുകളിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. അതെ, ഇവരെ കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഇപ്പോൾ കളക്ടറുമായി സംസാരിച്ചു. അതിനടിസ്ഥാനത്തിൽ ഇവരെ അങ്ങോട്ട് കടത്തിവിടാനാണ് ഇപ്പോൾ നോക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് കടത്തിവിടാനാണ്. സ്കൂൾ കുട്ടികളാണല്ലോ, അംഗൻവാടി റെഡ് അലർട്ട് സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പ് ഒരുക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ആ നില ഒരുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാമ്പുകളിലേക്ക് മാറ്റാൻ വേണ്ടി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ രക്ഷിതാക്കൾ ഇവിടെയും കുട്ടികൾ അവിടെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് എത്തണമല്ലോ. അതിനുശേഷം അവരെല്ലാം ഒന്നിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കുട്ടികളുണ്ടാവും. അത് എത്ര എണ്ണം നമുക്ക് പറയാൻ കഴിയും. അവിടെ അവിടെ ആ പ്രദേശത്തുള്ളവരാണ് കുട്ടികളും. അത് സ്കൂളിൽ പോയവരും അതുമായി ബന്ധപ്പെട്ട് അവിടെ അധ്യാപകരെല്ലാം അവരെ നോക്കുന്നുണ്ട്. അത് ഈ റെഡ് അലേർട്ടും കൂടെ വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകളെ അങ്ങോട്ട് മാറ്റേണ്ടി വരുമല്ലോ. സംവിധാനമാക്കുമെന്നാണ് ഇപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. ഈ നാട്ടുകാരൊക്കെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് വലിയ അശാസ്ത്രീയമായാണ്, അതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത്. ഈ മണ്ണ് ഇങ്ങനെ അപകടകരമാണെന്നുള്ള സാഹചര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അപകടത്തിന്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് അപകടത്തിന്റെ ഓക്കെ പക്ഷേ ആ പോലീസ് ഈ ഭാഗത്ത് നിന്ന് മാറാൻ പറയുകയാണ്. അപകടത്തിന്റെ സാഹചര്യം പറഞ്ഞിരുന്നു. അല്ല, അപകടത്തിന്റെ സാഹചര്യവും അതുപോലെ മറ്റു കാര്യങ്ങളുമെല്ലാം അപ്പോൾ പിന്നീട് പറയേണ്ട കാര്യങ്ങളാണ്. എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് സംബന്ധിച്ചൊക്കെ പിന്നീട് പറയേണ്ടത്. ഇപ്പം ഏറ്റവും പ്രധാന രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഇപ്പോൾ പങ്കുചേരുന്നത്. ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ ഒരു ഭാഗത്തുള്ള മണ്ണാണ് നീക്കപ്പെട്ടത്. ഇനിയും ഒരുപാട് മണ്ണ് നീക്കാനുണ്ട്. അപ്പം മണ്ണ് നീക്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അടിയന്തരമായി തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തണം. പിന്നെ മുൻകരുതലിൻ്റെ കാര്യത്തിലുള്ള എന്തൊക്കെ പോരായ്മകൾ വന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ പിന്നീട് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പല ഭാഗത്തും ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട് മണ്ണ്. അതൊക്കെ ഒരു ഭീഷണി ഉയർത്തുന്നതല്ലേ? അതൊക്കെ ഇത്തരത്തിലുള്ള മഴ വരുന്ന ഘട്ടത്തിൽ എന്താണ് അതിൻ്റെ അപകട സാധ്യതയും മറ്റും പരിശോധിച്ച് സർക്കാർ സംവിധാനം അത്തരം കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടേണ്ടതാണ്. അത് എന്താണ് സംഭവിച്ചതെന്നെ സംബന്ധിച്ച് പിന്നീട് പരിശോധിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം രക്ഷാപ്രവർത്തനമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിൽ പ്രസക്തിയില്ല. പകരം ഇവിടെ കുറെ കൂടെ ഈ മണ്ണ് നീക്കാനൊക്കെയുള്ള പ്രവർത്തനം അടിയന്തരമായി നടത്തേണ്ടതായിട്ടുണ്ട് കുറച്ചുകൂടെ. കാരണം ഇപ്പം ഇത്ര സമയമായിട്ടും പാലത്തിൻ്റെ ഒരു ഭാഗത്തുള്ള മണ്ണുകൾ മാത്രമാണ് നീക്കപ്പെട്ടത്. ബാക്കി ഭാഗങ്ങൾ കൂടെ നീക്കേണ്ടതുണ്ട്. അതിനടിയിൽ മനുഷ്യരുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അപ്പം ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വേഗതയിലാക്കുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ വേറെ തരത്തിലുള്ള പ്രസ്താവന ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ ചില പ്രസ്താവന നടത്തിയതായിട്ട് കണ്ടു. അങ്ങനെ രാഷ്ട്രീയമായി മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടല്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരം രാഷ്ട്രീയ പ്രസ്താവനകൾക്കല്ല പ്രസക്തി. പകരം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കലും രക്ഷാപ്രവർത്തനമാണ് പ്രസക്തി എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ നിലയിൽ നിലപാട് സ്വീകരിക്കുന്നത്. മുൻകരുതൽ പ്രവർത്തനം നടന്നോ? മഴ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വലിയ മഴയാണ്. ആ സാഹചര്യത്തിൽ എത്തരത്തിൽ പ്രവർത്തനം നടന്നു എന്നതിനെ സംബന്ധിച്ചെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. അതെല്ലാം പിന്നീട് പറയേണ്ട കാര്യമാണ്. തോട്ടത്തൊഴിലാളികൾ താമസിക്കുന്ന ഈ ലയത്തിന് സമീപത്ത് സമാനമായ രീതിയിൽ മണ്ണുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഇവിടെ നമുക്കറിയാമല്ലോ ദുരന്ത സാധ്യത ഉള്ള കുറേ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളെല്ലാം മുൻകരുതൽ പ്രവർത്തനം സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നടത്തണം. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഭാഗം മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ പല ഭാഗങ്ങളിലായി ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ അടിയന്തരമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മഴ ഇപ്പോൾ കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ സംവിധാനം നല്ല നിലയിൽ ശ്രദ്ധിക്കാൻ വേണ്ടി തയ്യാറാകണം. പക്ഷേ CPM ജില്ലാ സെക്രട്ടറിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ. കാരണം അദ്ദേഹം പറയുന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ അപ്പുറത്ത് പല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക്, മാതാപിതാക്കൾക്ക്, അവരുടെ ബന്ധുക്കൾക്കൊക്കെ എത്തേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നുണ്ട്. അപ്പോൾ രണ്ടിടങ്ങളിലായി പോയിട്ടുള്ള അച്ഛനമ്മമാർ ഒരു കരയുടെ ഇപ്പുറത്തേക്ക്, മക്കൾ അപ്പുറത്താകുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആധി എത്രത്തോളമാണ് എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ചിന്തിച്ചെടുക്കാൻ പോലും പറ്റുന്ന അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെ കടത്തിവിടാൻ ഇപ്പോൾ കളക്ടർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ കുറച്ചുപേരെ കടത്തിവിടും. ബാക്കി എല്ലാവരെയും തിരികെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നു. കയറൊക്കെ കെട്ടിയാണ് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാവുന്ന നീക്കങ്ങളൊക്കെ നടക്കുന്നത്. അതായത് സ്കൂളുണ്ട് അപ്പുറത്തേക്ക്. ആ സ്കൂളിൽ ഉൾപ്പെടെ പോയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ കുറേ പേരെ ക്യാമ്പിലേക്ക് മാറ്റിയെന്ന് അറിയുന്നു. പക്ഷേ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക്
ഈ ദൃശ്യങ്ങളൊക്കെ അവരും കാണുന്നുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന പേടിയൊക്കെ അതിഭീകരമാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഒപ്പം അവിടെ കൂടുതൽ യന്ത്രങ്ങൾ എത്തേണ്ടിയിരിക്കുന്നു. മണ്ണ് മാറ്റുന്നത് ഇപ്പോൾ തന്നെ പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് മാറ്റാനേ സാധിച്ചിട്ടുള്ളൂ. ഇതിനുള്ളിൽ ജീവനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം, അവിടേക്ക് എത്തണം എന്നുള്ള ആവശ്യം കൂടിയാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്.